ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതൃത്വം ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് EVM റദ്ദാക്കാനും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വിധി പരിശോധിക്കപ്പെടുകയും ആ ബാലറ്റ് പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാധ്യത വീണ്ടും പുനഃസൃഷ്ടിക്കുകയും ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വെല്ലുവിളി തന്നെയാണ്. സുപ്രീം കോടതിയുടെ അധ്യക്ഷനായ ജസ്റ്റിസ് BR ഗവായ് ഈ വിഷയം പരിഗണിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിന് കാരണമാകുന്നത് ജ്ഞാനേഷ് കുമാറിന്റെ നിയമനത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ പാനലിൽ അംഗമല്ലായിരിക്കുന്നത് എന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഘാതമുണ്ടാക്കുന്ന സംഭവമാണ്. തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ നടപടി അത് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അത് അംഗീകരിക്കുക മാത്രമല്ല അതിനുവേണ്ടി രാഷ്ട്രീയ കളി വരെ രാഷ്ട്രപതിയെ കൊണ്ട് നടത്തിക്കുന്ന ഗതികെട്ട സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ കുറിച്ചൊക്കെ നിർണായകമായ വിശദീകരണം ചോദിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടുന്ന പരമാധികാരമുള്ള സംഭവം. അതിന്റെ താഴെ മാത്രമേ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും ഒക്കെ വരികയുള്ളൂ. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തിമ വിധി സുപ്രീം കോടതി തന്നെ പറയും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം മഹാഗഡ്ബന്ധന് ക്രമേണ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ മുന്നേറ്റം NDAക്ക് തന്നെയാണ് ബീഹാറിൽ ഉള്ളതെങ്കിലും കഴിഞ്ഞ ഏറെക്കാലമായി അവിടുത്തെ സർവേകൾ, അതായത് ഇന്ത്യ ടുഡേ അടക്കമുള്ള നിരവധിയായ ദേശീയ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും അധികം ജനങ്ങൾ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവ് എന്ന RJDയുടെ നേതാവിന്റെ പേര് തന്നെയാണ്. 40.9% ആളുകളുടെയും പിന്തുണ ബീഹാറിൽ തേജസ്വി യാദവിനോടൊപ്പമാണ്. അപ്പൊ പിന്നെ അവർ ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ജ്ഞാനേഷ് കുമാർ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ ഭയമുണ്ടോ, ജനവിധിയെ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ജനവിധി അല്ല ഭയം, EVMനെയാണ് ഇവിടെ പ്രതിപക്ഷം ഭയക്കുകയല്ല, മറിച്ച് അത് അറപ്പോടെ കാണുന്നത്. EVM എന്നാൽ തട്ടിപ്പാണ്, അതൊരു തട്ടിപ്പ് മെഷീനാണ്. BJPക്ക് വേണ്ടി ഹാക്കിംഗ് നടത്തുന്ന പ്രോഗ്രാമിംഗ് സംവിധാനമാണ് അതിനകത്തുള്ളതെന്നും ഏത് കുത്തിയാലും ഏത് ചിഹ്നത്തിൽ കുത്തിയാലും താമര ചിഹ്നം വരുന്ന രീതിയിലാണ് ആ സംഗതി പ്രവർത്തിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി കളിയാക്കിയത് വെറുതെയല്ല. മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ EVM ടാപ്പറിംഗ് നടന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. ഹരിയാനയിൽ നമുക്കറിയാം അവിടെ EVM പെട്ടി തുറന്ന് അവിടുത്തെ ചാർജ്, EVM ബാറ്ററി ചാർജ് വരെ ഒരു രീതിയിലും സാധാരണ EVMിലെ ബാറ്ററി ചാർജ് 99% വോട്ടിംഗ് മുഴുവൻ കഴിയുമ്പോൾ, അതായത് വെളുപ്പിന് 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കഴിയുന്ന ആ EVM മെഷീനിലെ ബാറ്ററി ചാർജ് 1% സാധാരണ ഏറ്റവും കുറഞ്ഞത് 15 മുതൽ 20% വരെ കുറയുന്നിടത്ത് 1-2% മാത്രമാണ് പല വോട്ടിംഗ് മെഷീനുകൾ ഹരിയാനയിൽ പ്രവർത്തിച്ച കുറഞ്ഞത്. ഇതുൾപ്പെടെയുള്ളതാണ് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് EVM ഉപയോഗിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിനെ തടഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നൽകുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനം വന്നാൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാകും.